ചെങ്ങായിമാർ ഇതേ കളിയാന്ന് കിട്ടില്ല. ഞാൻ ഇനി ഇറാന്റെ കൂടെ കൂടുതൽ കേട്ടാ. കാരണം ആ ട്രംപെണ്ണം വന്നിട്ട് എത്ര ദിവസമായിട്ട് ഇവരോട് മാപ്പ് പറയുന്നു. അതും ആ മുട്ടങ്കാട്ടം മണ്ണുള്ള ട്രംപെണ്ണം വന്നിട്ട് ഇവരെ കാല് പിടിച്ച്, ഇറാന്റെ കാല് പിടിച്ച് എന്നിട്ട് ഇറാനോട് പറഞ്ഞു, ഇറാനെ ഒന്ന് നിർത്തടാ, നമുക്ക് ഈ യുദ്ധം നിർത്താന്ന്. പക്ഷെ അഹങ്കാരികളായ ഇറാൻ ഉണ്ടല്ല, ഇപ്പൊ ലേശം അഹങ്കാരം കൂടി ഇറാന്, അവരുണ്ടല്ലോ യുദ്ധം നിർത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഉണ്ടല്ല ഇറാന്റെ കൂടെ കൂടില്ല കേട്ടാ. അതും ട്രംപെണ്ണം വന്നിട്ട് ലോകരാജാവായ ട്രംപെണ്ണം വന്നിട്ട് ഇറാന്റെ കാല് പിടിക്കും. ഇറാനുണ്ടല്ല പുച്ഛിച്ചിട്ടാണ് അത് തള്ളിക്കളഞ്ഞ്. ഞാനൊരു കാര്യം പറഞ്ഞ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടാ. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പിൽ ആ പാവ മനുഷ്യനുണ്ടല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ആ ട്രംപ് എന്ന് പറഞ്ഞാൽ ആ പാവ മനുഷ്യൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ആരായിരുന്നു അറിയാം? ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പിലെ രാജാവായിരുന്നു, ലോക പോലീസായിരുന്നു നമ്മുടെ ട്രംപണ്ണൻ. അതായത് പല രാജ്യങ്ങളും ട്രംപണ്ണൻ എന്താ വിളിക്കണമെന്ന് അറിയാം? പുലിമുരുകൻ ട്രംപ് എന്നാണ് പല ലോകരാജ്യങ്ങളും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പക്ഷെ ഇന്ന് യുദ്ധം തുടങ്ങിയിട്ട്, ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞപ്പം ഇപ്പൊ പല ലോകരാജ്യങ്ങളും എന്താണ് നമ്മുടെ ട്രംപണ്ണനെ വിളിക്കലെന്ന് അറിയാം? എലിമുരുകൻ ട്രംപ് എന്നാണ് ഇപ്പൊ നമ്മുടെ ട്രംപണ്ണനെ വിളിക്കുന്നത്. അത്രയും നമ്മുടെ ട്രംപണ്ണൻ ലോകത്തെ മുന്നിൽ അപമാനിക്കപ്പെട്ടു കഴിഞ്ഞു സുഹൃത്തുക്കളെ, അപമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവന്റെ പരമാവധി അപമാനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടില്ല, ആ സംഭവം ആ യുദ്ധം നിർത്തുന്നതാണ് നല്ലത്. അതും നമ്മുടെ ട്രംപണ്ണന്റെ ഏത് സമയത്താണോ, ഏതോ ഒരു കഷ്ടകാലത്തിനാണ് ഈ യുദ്ധം തുടങ്ങിയത്. കഷ്ടകാലത്ത് എന്ന് പറഞ്ഞാലേ നമ്മളെ നെതന്യാവില്ലേ, മൂപ്പറപ്പര നമ്മുടെ ട്രംപണ്ണൻ എപ്പം കൂട്ടുകൂടിയോ. ഈ നെതന്യാവിനപ്പുറം ആരെങ്കിലും കൂട്ടുകൂടിയുണ്ടെങ്കിൽ അവിടെ എല്ലാം കഷ്ടകാലാണ്. അതുപോലെ നമ്മുടെ ട്രംപണ്ണൻ നെതന്യാവിനപ്പുറം കൂട്ടുകൂടി അന്ന് തൊട്ടിട്ട് നമ്മുടെ ട്രംപണ്ണന്റെ കഷ്ടകാലം തുടങ്ങി. പക്ഷെ എന്തൊക്കെ സംഭവിച്ചിട്ടില്ല, എനിക്ക് ട്രംപണ്ണനോട് ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടാട്ടാ. കാരണം എന്താ പറയാ, എന്തൊക്കെ തോറ്റു തിന്നാലും, തോറ്റ് തുന്നമ്പാടി നിൽക്കുമ്പോഴും നമ്മുടെ ട്രംപണ്ണനുണ്ടല്ല തള്ളിന് യാതൊരു കുറവും വരുത്തില്ല. അതായത് നമ്മുടെ ട്രംപണ്ണനുണ്ടല്ല തോറ്റ് തുന്നമാടി നിൽക്കുമ്പോഴും ഉണ്ടല്ല ഇറാനോട് ഇന്നലെ 15 നിബന്ധന അതൊക്കെ ഇറാനെ നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നെതന്യാഹു നിങ്ങൾ ആ ഭാഗത്തേക്ക് വരില്ലാന്നും പറ്റി ഒരു 15 നിബന്ധന അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ഇറാൻ എന്താ ചെയ്തെന്നറിയാം? നമ്മളെ ട്രംപണ്ണനെ വെച്ചാ 15 നിബന്ധനയില്ലേ, അത് 45 കഷ്ണങ്ങളായിട്ട് കീറിക്കളഞ്ഞു. എന്നിട്ട് നമ്മളെ ട്രംപണ്ണനോടും നെതന്യാഹിനോട് ഇറാൻ പറഞ്ഞ്, നിങ്ങളോട് ആരാണ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്, നിങ്ങൾ ആരെ വേണമെങ്കിലും ഇങ്ങോട്ട് അയച്ചോ, നിങ്ങൾ എത്ര വിമാനം വേണമെങ്കിലും ഇറാനിലേക്ക് അയച്ചോ, നമുക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു മിസൈൽ അയക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക്, അതായത് നെതന്യാഹുവിന്റെ വീട്ടിലേക്ക് ഒരു 15 മിസൈൽ, കുറഞ്ഞത് 15 മിസൈൽ അയക്കുന്ന പറഞ്ഞ്, അതോടുകൂടി നമ്മുടെ ട്രംപണ്ണനും പെട്ട്, നമ്മുടെ നെതന്യാഹുവും പെട്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ട്രംപണ്ണനുണ്ടല്ല 15 നിബന്ധന ഇറാനിലേക്ക് അയച്ചിട്ടില്ലേ, അതിന്റെ വാർത്ത ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും തുടങ്ങിയ സംയുക്ത ആക്രമണം 26-ാം ദിവസമാണ് ഇന്ന്. യുദ്ധം 26-ാം ദിവസം എത്തിയെന്ന് നമുക്ക് പറയാം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് 48 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ആശ്വാസം. അതേസമയം തന്നെ യുദ്ധം അവസാനിപ്പിക്കാനായി 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ചർച്ചകൾ നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. അതിനിടെ ട്രംപിന്റെ അവകാശവാദങ്ങളോട് നിങ്ങൾ സ്വയം ചർച്ച നടത്തുകയാണോ എന്ന് പരിഹസിച്ച് ഇറാൻ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ആശങ്ക ശക്തമാക്കുകയാണ്. അതായത് ഈ യുദ്ധം അവസാനിക്കും എന്ന സൂചനകൾ പൂർണ്ണമായും ഇപ്പോഴുമില്ല. വലിയ അനിശ്ചിതത്വങ്ങൾ ചർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും താൻ യുദ്ധം ജയിച്ചതായും ട്രംപ് ഓവൽ ഓഫീസിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാർത്തകൾ എണ്ണ വിപണിയെ സ്വാധീനിക്കാൻ കെട്ടിച്ചമച്ചതാണ് എന്നതാണ് ഇറാൻ പ്രതികരിച്ചിരുന്നത്. എല്ലാ ട്രംപണ്ണ നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് യുദ്ധം ജയിച്ചതെന്ന്. അങ്ങനെ നിങ്ങൾ യുദ്ധം ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇറാനെടുക്കാൻ പോയിട്ട് യുദ്ധം നിർത്താൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ കാല് പിടിക്കുന്നത്? ലോകരാജ്യങ്ങൾ മൊത്തം നിങ്ങൾ കാല് പിടിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ ട്രംപണിന് യുദ്ധം തുടങ്ങിയ ശേഷം എന്തോ കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നല്ലവരായ അമേരിക്കക്കാരെ ഈ ചങ്ങായിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടർ കാണിച്ചോട്ടാ, എന്നാലേ നിങ്ങൾക്ക് ഇയാളുടെ രോഗം മാറ്റാൻ പറ്റൂ. ഇപ്പൊ കൊണ്ടുപോയിട്ടില്ല ഷോക്കിൽ ഒരു 10 ഷോക്ക് എടുത്താൽ ചിലപ്പോൾ മാറിപ്പോവും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഷോക്കിലൊന്നും ഇയാളെ രോഗം മാറൂല. ഈ ചങ്ങായിട്ട് ഇമാതിരി പൊട്ടത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ല. അറബ് രാജ്യങ്ങളിലേക്ക് 2000 അമേരിക്ക സൈനികരെ ഇയാൾ വീണ്ടും പറഞ്ഞേച്ച്. എന്തൊക്കെ കണ്ടിട്ടുമ്പോ നിങ്ങൾ 2000 സൈനികരെ വീണ്ടും ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? ആ 2000 ആൾക്കാരാ ഇറാനിൽ കൊണ്ടുപോയി ഇറാനെ ആക്രമിക്കാനോ നിങ്ങൾ പറഞ്ഞുവിടാൻ നോക്കുന്നത്? എന്റെ ട്രംപണ്ണ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ല, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കുറെ സൈനികർ പറഞ്ഞുവിട്ടത് അവരുടെ എല്ലാ അവസ്ഥ, അവരുടെയൊക്കെ കാര്യം എത്രമാത്രം അധോഗതിയാണെന്ന് ലോകം കണ്ടതാണ്. അതുമാത്രമല്ല, നിങ്ങൾ വിയറ്റ്നാമിലേക്ക് ഉണ്ടല്ലോ ഒരുപാട് അമേരിക്ക സൈനികരെ പറഞ്ഞുവിട്ടിനെ വിയറ്റ്നാം അങ്ങ് പിടിച്ചടക്കാൻ വേണ്ടി അവരുടെയൊക്കെ അവസ്ഥ, ആ സൈനികരുടെ ഒക്കെ അവസ്ഥയുള്ള ഞാൻ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ട്രംപണ്ണ ഞാനൊരു കാര്യം പറട്ടെ, ഈ അഫ്ഗാനിസ്ഥാനും ഈ വിയറ്റ്നാമിലും കണ്ടിട്ടുള്ള 10 ഇരട്ടി 100 ഇരട്ടി ശക്തിയുണ്ട് ഇറാന്. ആ ഇറാന്റെ അടുത്തേക്കാണ് നിങ്ങൾ 2000 സൈനികരെ പറഞ്ഞുവിടാൻ വേണ്ടി നോക്കുന്നത്. അഥവാ ഈ 2000 സൈനികരെ നിങ്ങൾ ഇറാനിലേക്കാണ് പറഞ്ഞു വിടുന്നെങ്കിൽ അതിലും വലിയ പൊട്ടത്തരം, അതിലും വലിയ വിഡിത്തരം നിങ്ങൾക്ക് ഇനി കാണിക്കയില്ല. അതുകൊണ്ട് ട്രംപണ്ണന്റെ വാക്കും കേട്ടിട്ട് യുദ്ധത്തിന് വരാൻ നിൽക്കുന്ന സൈനികരെ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് ഒരു കാര്യം പറട്ടെ, നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതാണ്. നിങ്ങളുടെ പനിയാണ് ജലദോഷമാണെന്നുള്ള
പറഞ്ഞിട്ടില്ല നിർബന്ധിത ലീവ് എടുത്തിട്ട് നാട്ടിൽ തന്നെ കൂടിക്കോ. നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇയാളുണ്ടല്ല നിങ്ങളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി കൊലക്ക് കൊടുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിർബന്ധിത ലീവ് എടുത്തിട്ട് എവിടത്തേക്കെങ്കിലും മുങ്ങിക്കോ. നിങ്ങളെ ജീവനെങ്കിലും നിങ്ങൾക്ക് ബാക്കി കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് കേട്ടില്ല നമ്മൾ ഈ ട്രംപ് എണ്ണം പറഞ്ഞത് വെറും പച്ചക്കള്ളും വെറും ഉടായ്പാണെന്ന് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ വാർത്ത ഞാൻ കാണിച്ചു തരാം. അതിന്റെ കൂടെ ട്രംപ് എണ്ണൻ 15 ഉപാധി ഇങ്ങോട്ട് വെച്ചപ്പോ നമ്മൾ ഇറാനുണ്ടല്ല വെറും 5 ഉപാധി അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു ഈ ഉപാധികളൊക്കെ നിങ്ങൾ സമ്മതിക്കെങ്കിൽ നമ്മൾ യുദ്ധം നിർത്തേണ്ട കാര്യം ഒന്ന് ആലോചിക്കാം. നമുക്കെന്തായാലും ഈ 2 വാർത്തയും ഒന്ന് കേട്ടിട്ട് വന്നാലോ. യുഎസിന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വെച്ചു. യുഎസുമായി ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നും ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി അവർ ചില സന്ദേശങ്ങൾ അയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. മുൻപ് ആജ്ഞാപിച്ചിരുന്ന അമേരിക്കയുടെ മനംമാറ്റം പരാജയസമ്മതമാണെന്നും അദ്ദേഹം പറഞ്ഞു. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേർന്നിട്ട്. അജയ്, ഇതിപ്പോ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ട്രംപിനെ വഴിമുട്ടിയെന്ന് ഇറാൻ പറയുന്നു, അല്ല ഇറാൻ എല്ലാം മുട്ടുമടക്കി എത്തിയെന്ന് അമേരിക്ക പറയുന്നു. ഇതിൽ എന്താണ് വസ്തുത എന്നുള്ളതാണ്? കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യുഎസിലെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യത്തിൽ ഒരു ക്ലിയർനെസ് ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപ് പറയുന്നതൊന്ന്, അവിടുത്തെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് പറയുന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാൻ അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്, അവർ ഇപ്പോൾ ഞങ്ങളുമായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തുന്നു, അവർ ചർച്ചകൾ നടത്താൻ വളരെയധികം വ്യഗ്രത കൊള്ളുകയാണ്, പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത്. എന്നാൽ അവർ അത് പരസ്യമായി സമ്മതിക്കാത്തതാണ്. പരസ്യമായി സമ്മതിച്ചാൽ ചിലപ്പോൾ അവർ അവരുടെ രാജ്യത്തെ തന്നെ ജനങ്ങളുടെ രോക്ഷത്തിന് വിധേയമായേക്കാം, അല്ലെങ്കിൽ ഞങ്ങളാൽ തന്നെ കൊല്ലപ്പെടും എന്നുള്ള ഭയം അവർക്കുണ്ട് എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യമാണ് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം യുഎസും ഇറാനും രണ്ടുപേരും സംയുക്തമായി നിർവഹിക്കും എന്നെല്ലാം ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ കരോലിൻ ലെവിറ്റ് പറയുന്നത് ഈ ഉടൻ തന്നെ നിരുപാധികം കീഴടങ്ങിയില്ലെങ്കിൽ പരാജയം സംബന്ധിച്ച് കീഴടങ്ങണം. അങ്ങനെ കീഴടങ്ങാത്ത പക്ഷം അമേരിക്ക ഇതുവരെ ഉള്ളതിന്റെ അപ്പുറം ഇതുവരെ കാണാത്ത രീതിയിലെ വലിയ ആക്രമണം ഇറാന് മേൽ അഴിച്ചുവിടുമെന്നാണ് കരോലിൻ ലെവിറ്റ് പറയുന്നത്. അങ്ങനെ ചർച്ചകൾക്ക് വഴങ്ങി മുന്നോട്ട് വരുന്ന ഒരു രാജ്യമാണെങ്കിൽ എന്തിനാണ് അവർക്ക് മേൽ ഇത്ര ആക്രമണം നടത്തുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നത്, ഈ പരാജയം സംബന്ധിച്ച് കീഴടങ്ങണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് എന്നുള്ളതും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന പരാമർശങ്ങളാണ് അമേരിക്കയിൽ നിന്നുണ്ടാകുന്നത്. ഇതിനിടെ ഇറാൻ അമേരിക്ക ആദ്യം മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ അത് തള്ളിക്കളഞ്ഞ് ഇറാൻ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി 5 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നിലവിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, ഹോർമുസിന്റെ പരമാധികാരം അത് ഇറാൻ ഉള്ളതാണെന്ന് അംഗീകരിക്കണം, ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കണം, ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, അതുപോലെ ഇനി ആക്രമണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക സംവിധാനം വേണം. ഇത്തരം ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. നിങ്ങൾ കണ്ടല്ല നമ്മളെ ലോകരാജാവായ ട്രംപ് പറഞ്ഞത് അയാളുടെ ഉദ്യോഗസ്ഥയിടില്ല, അയാളുടെ ഉദ്യോഗസ്ഥ തന്നെ സമ്മതിക്കുന്നില്ല. അതായത് നമ്മളെ ട്രംപെണ്ണം പറഞ്ഞത് ട്രംപെണ്ണന്റെ അമേരിക്കക്കാർ തന്നെ വിശ്വസിക്കുന്നില്ല. അതാണ് അവസ്ഥ. ട്രംപിന്റെ ഉദ്യോഗസ്ഥ തന്നെ പറയുന്നുണ്ട് ഇറാൻ ഒരു ചർച്ചക്കും ഒരു മണ്ണാങ്കട്ടക്കും ഇങ്ങോട്ട് വന്നിട്ടില്ല, അവരൊന്നിനും തയ്യാറുമല്ല. അപ്പൊ നമ്മൾ ഈ ട്രംപെണ്ണൻ എവിടുന്ന് എടുത്തിട്ട് ഇമാര് തള്ളുന്നത്? തള്ളല് മാത്രമാണ് ഈ ചങ്ങായി ചെയ്യുന്നത്. അമേരിക്ക വിജയിച്ചു, ഇസ്രായേൽ വിജയിച്ചു, നമ്മൾ രണ്ടാളും വിജയിച്ചു, ഇറാൻ തോറ്റു. എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത്. ഇയാൾ വിജയിച്ചു എന്ന് പറഞ്ഞ ശേഷം ഇയാൾ തന്നെ പറയുന്നത് യുദ്ധം നിർത്താൻ വേണ്ടി ചർച്ച വേണമെന്ന്. ഇയാളെ പോലത്തെ ഒരു മന്ദബുദ്ധി ലോകത്ത് വേറെ ആളുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഇയാൾ പറഞ്ഞ പൊട്ടത്തരം വിശ്വസിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ കുറച്ച് സംഖ്യകളും കുറച്ച് കിസംഖികളും ഇയാൾ പറഞ്ഞ പൊട്ടത്തരം കേട്ടിട്ട് ഇവിടുന്ന് തുള്ളിച്ചാടിയെന്ന് ആ പൊട്ടന്മാർ മൊത്തം. അതുകൊണ്ട് ട്രംപണ്ണ എനിക്കുണ്ടല്ല നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ പുറത്ത് പറയുന്നത് ഇറാൻ പറഞ്ഞ 5 ഉപാധിയില്ലേ, ആ 5 ഉപാധി സമ്മതിച്ചിട്ട് ഈ യുദ്ധം വേഗം നിർത്തിക്കോ. നിങ്ങൾക്ക് വേണ്ടതും ഈ യുദ്ധം നിർത്തുകയല്ലേ. കാരണം ഈ യുദ്ധം നീണ്ടുപോയാൽ ഇറാനേക്കാൾ കൂടുതൽ പെടുന്നത് നിങ്ങളായിരിക്കും ട്രംപണ്ണ, നിങ്ങളായിരിക്കും. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സതീർത്ഥനില്ലേ മറ്റവൻ, നിങ്ങളെ യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ട മറ്റവൻ നെതന്യാഹു, അവരും നല്ല പൊടല് പെടും. കാരണം ഉണ്ടല്ലോ ഇപ്പം തന്നെ ഇസ്രായേൽ വരുന്ന വിവരം അനുസരിച്ചിട്ടുണ്ടല്ല, ഇസ്രായേൽ ഉണ്ടല്ല ഭയങ്കരമായി പെട്ടിട്ടുള്ള അവിടെയുള്ള സാധന സാമഗ്രികളും മൊത്തം ഉണ്ടല്ല തീർന്ന അവസ്ഥയിലുള്ള അത് സമ്മതിക്കാത്തത് ഇസ്രായേലുള്ള കുറച്ച് സംഘികളില്ലേ കേരളത്തിന് പോയ അവര് മാത്രമാണ് അത് സമ്മതിക്കാത്തത്. അതുകൊണ്ട് ട്രംപണ്ണ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു ഇറാൻ പറഞ്ഞ ഈ ഉപാധി സമ്മതിച്ചിട്ടില്ല, ഈ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, ലോക രാജ്യങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പൊട്ടത്തരം നിർത്തിയിട്ട് ഈ സംഭവം നിർത്താൻ നോക്ക്. അല്ലാതെ ട്രംപണ്ണ ഇറാനെ തോപ്പിച്ചിട്ടേ നിങ്ങൾ ഈ യുദ്ധം നിർത്തുന്നാണെങ്കിലുണ്ടല്ല നിങ്ങളെ കൊണ്ട് ആവൂല ട്രംപണ്ണ. നിങ്ങൾ ഈ ജീവിതകാലം ഉണ്ടല്ല അത് മുഴുവൻ നോക്കിയാലും നിങ്ങളെ കൊണ്ട് ആവൂല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആൺകുട്ടികളായ ഇറാനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.